Hi friends, Trampet Disney പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മൾബറി മിൽക്ക് ഷേക്കുമായിട്ടാണ്. ഇതിനെ മിൽക്ക് ഷേക്കെന്നോ സ്മൂത്തിന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മുടെ മുറ്റത്തുണ്ടായ മൾബറി വെച്ചിട്ട് അടിപൊളി ഒരു ഷേക്കാട്ടോ, നല്ല യമ്മി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. പണ്ടത്തെ നമ്മുടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹോബിന്നോ ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞിട്ട് മരത്തിൻ്റെ താഴെ പോയി കൊമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ നല്ല രസമല്ലേ. ക്യാമറയിലൊക്കെ വെള്ളം വീണു. വാട്ടർ പ്രൂഫ് ഗോപ്രോ എന്നൊക്കെ പറഞ്ഞ് മേടിച്ച ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഫ്രണ്ടിൽ വീണാൽ കാണുക നല്ല കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അയ്യോ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അപ്പോൾ നമുക്കത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തുടച്ചു കേട്ടോ. എന്തോ നൊസ്റ്റാൾജിയ ഫീലിംഗ് എന്നും പറഞ്ഞ് മരത്തിൽ പിടിച്ച് കുലിക്കുക. ക്യാമറയുടെ ലെൻസിൽ മുഴുവൻ വെള്ളം. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിൽ കുറേ മൾബറി ചെടി ഉണ്ട് കേട്ടോ. അതിനകത്ത് ഉണ്ടാക്കുന്നതാ. ഞാൻ എൻ്റെ കൈ കാണിച്ചേ, പഴുത്ത് നല്ല എൻ്റെ കയ്യിൽ പൊട്ടിയില്ലേ, നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. ഒന്ന് പറിക്കാൻ ശ്രമിക്കട്ടെ. ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമോ നമ്മളൊന്ന് ട്രൈ ചെയ്യാണ്. എന്താ പറയുക, എല്ലാം ഫസ്റ്റ് ട്രൈ ആണല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ജ്യൂസ്. നിറച്ച് നമ്മൾ മൊത്തം പറിക്കാം. നമ്മൾ ഇതേ വേണമെങ്കിൽ ഒരെണ്ണം സ്ക്വീസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളൊന്ന് ഒത്തിരി ജ്യൂസ് ഉണ്ടാക്കും. അപ്പേട്ട എല്ലാം പറിക്കുവാണോ? അപ്പേട്ട ഞാനൊരു കാര്യം പറഞ്ഞു, അപ്പേട്ടൻ്റെ എന്തെങ്കിലും ഫീൽ ആവുമോ? അപ്പേട്ടൻ്റെ ഇപ്പോഴത്തെ കോസ്റ്റ്യൂം കണ്ടല്ലേ, നമ്മുടെ ഏഷ്യാനെറ്റിലെ മൗനരാഗ സീരിയലില്ലേ, അതിനകത്ത് ബൈജു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അതുപോലെ നല്ല മഞ്ഞ കളർ ടീഷർട്ടും ചുമപ്പ് കളർ ട്രൗസറും. ആ ചെരുപ്പോടെ എടുത്തോട്ടെ, വെള്ള ചെരുപ്പ്. ഇവിടെ മൊത്തത്തിൽ ഫോക്കസ് ചെയ്യാം. ഇവിടെ മൊത്തം എത്ര മൾബറി ചെടി ഉണ്ടോ ബേട്ടാ? ഇത് ഉണ്ടോ, ഉണ്ടായി കിടക്കുന്നുണ്ടോ? തുള്ളിഞ്ഞി കൊമ്പിലുണ്ടോ? മതി എന്നവാ കാണിച്ചു തരാമേ. നല്ല മഴയൊക്കെ പെയ്ത് കിടക്കും, അതുകൊണ്ട് ഇതേ ഇവിടെ കരിയില മൊത്തം. ഇവിടെ എല്ലാം പപ്പയുടെ ചോട്ടി കൃഷികളാണ് ഇതൊക്കെ. കപ്പ, മുളക്. ഇവിടെ ഉണ്ട് 2 ചെടികൾ. പോണേ വന്നെ വഴിക്കൊക്കെ നമ്മൾ പറിച്ച് തിന്നും. ഇതാട്ടോ അതിൻ്റെ പുതിയത്, ചെറുതുണ്ടാവണേ. ഇത് ഇവിടെ ഉണ്ട് ഒരെണ്ണം, അങ്ങനത്തൊക്കെ പറിച്ച് തിന്നു. ഇത് നമ്മുടെ താഴത്തെ ഒരു പറമ്പുണ്ട്. ആ പറമ്പിൽ ഉള്ള ഒരു മൾബറി കേട്ടോ. ഇവിടെയും മൾബറി ഉണ്ട്. നല്ല അടിപൊളിയല്ലേ. ഇത് മുഴുവൻ പശുവിന് നട്ടക്കുന്ന പുല്ലാട്ടോ. ഒരുമാതിരി ഫോറസ്റ്റ് പോലെ ഉണ്ട്. എന്തായാലും ഇതിലും ഉണ്ടോ മൾബറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ, നല്ല സൂപ്പറായിട്ട്. ഇതിലും നമുക്ക് ഇതിൽ നിന്ന് മുഴുവൻ നമുക്ക് പറിക്കാട്ടോ. എന്നിട്ട് വേണം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. നമുക്കിതിപ്പോൾ ഒരു ബൗളിൽ പകുതിയോളം കിട്ടിയിട്ടോ. ഒരു ഗ്ലാസ് ജ്യൂസ് അടിക്കാനുള്ളത് ഉണ്ടാവും തോന്നുന്നു. ഇനിവേ നമുക്ക് മൾബറി ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ? ട്രൈ ചെയ്യാം. റെസിപ്പി അറിയാമോ? ചുമ്മാ ഉണ്ടാക്കുമല്ലേ. നമ്മുടെ ഇവിടെ കിട്ടുന്ന സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ മൾബറി ജ്യൂസ് അടിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഇട്ടുതരാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ പറിച്ച് വെച്ചിരിക്കുന്ന മൾബറി ആഡ് ചെയ്ത് കൊടുക്കുക. മൾബറിക്ക് മധുരമുണ്ട്, എന്നാലും കുറച്ച് ഷുഗർ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക.
ഇതിപ്പോൾ നമ്മുടെ മൾബറി ജ്യൂസ് ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ നല്ല പാലും കട്ടയാട്ടോ ആഡ് ചെയ്യണം. അതായത് കുറച്ച് പാലും കട്ടയായിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തതാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഷേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 250 ml പാലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒത്തിരി അങ്ങ് അടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മൾബറി ഷേക്കോ മൾബറി സ്മൂത്തി ജ്യൂസ് എന്ത് വേണേലും പറഞ്ഞോട്ടോ, അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കളറാട്ടോ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഗൂഗു ആണെന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കരുതി ഇന്ന് ഈ ഒരു ഡിഷ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള, അതായത് ഗാർണിഷ് ചെയ്യാനുള്ള ഒരു അവസരം ഗൂഗുവിന് കൊടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.